ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന കേരാഫെഡ് ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ഒരു ആൻസർ കീ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാജിദ് അലി ഷാ, the ruler of which one of the following states was removed from power by British in the name of misrule at the time of 1857? അപ്പോൾ 1857 റിവോൾട്ടിൽ ദുർഭരണത്തിന്റെ കാരണം കൊണ്ട് വാജിദ് അലി ഷാ എന്ന ഈ റൂളറിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എവിടുത്തെ റൂളറാണെന്ന് ചോദിച്ചാൽ അത് അവധാണ്, അവധിലെ റൂളറായിരുന്നു. ഇനി മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഇൻ സപ്പോർട്ട് ഓഫ് വിച്ച് വൺ? ഇതിലേതിലാണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. അപ്പൊ അതിന്റെ ഡേറ്റും കൂടി നവംബർ 1 എന്ത് വരുന്നത്? സവർണ ജാഥ വരുന്നത്. വൈക്കം സത്യാഗ്രഹം നമുക്ക് 1924 ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം വൈക്കം സത്യാഗ്രഹം ഇവിടെ വന്നിട്ടുണ്ട്, LDCക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ച്. സോൾട്ട് സത്യാഗ്രഹയുടെ വർഷം എന്ന് പറഞ്ഞേ, ഏതാണ് സോൾട്ട് സത്യാഗ്രഹയുടെ വർഷം വരുന്നത്? 1930 ആണ് അല്ലേ? അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം ആണെങ്കിൽ 1931 ആണ്. വൈക്കം സത്യാഗ്രഹം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാലിയം സത്യാഗ്രഹത്തിന്റെ വർഷം നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ, ഏതാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ വർഷം എന്നുള്ളത്. ഓക്കെ, ഇനി ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് പ്രാചീന മലയാളം? പ്രാചീന മലയാളം എഴുതിയിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ്. ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ഓഫ് 2022 അത് ലയണൽ മെസ്സിയാണ്. ഇനി ദ ടൗൺ ലൊക്കേറ്റഡ് ഓൺ ദ കോൺഫ്ലുവൻസ് ഓഫ് റിവർ ഭഗീരഥി ആൻഡ് അളകനന്ദ, ഇത് ഭഗീരഥിയുടെയും അളകനന്ദന്റെയും ഇത് സംഗമിക്കുന്ന സ്ഥലത്തുള്ള ടൗൺ ഏതാണെന്നുള്ളതാണ്. ആൻസർ കാണില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഈ ദാസപ്രയാഗ അവരൊക്കെ അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനാണ് ചാൻസ്. ഇനി ഹൂ വൺ ദ 52nd ഓടക്കുഴൽ അവാർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് അംബികാസുധൻ മങ്ങാടാണ്. ഓക്കെ, അംബികാസുധൻ മങ്ങാടിൻ്റെതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഗോപികൃഷ്ണൻ. കൃതി എന്ന് പറയുന്നത് കവിത മാംസഭോജനം. ഓക്കെ, കവിത മാംസഭോജനം എന്നുള്ള ആ ഒരു കവിതയ്ക്കാണ് അദ്ദേഹത്തിന് ഓടക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഹൂ ഇസ് ദ പ്രസന്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്ന് ചോദിച്ചാൽ അത് സുമൻ ബെറിയാണ്. ഓക്കെ, സുമൻ ബെറിയാണ് വരുന്നത്. ആൻഡ് BVR സുബ്രഹ്മണ്യം ആരായിരുന്നു? അത് CEO ആണ്. നീതി ആയോഗിന്റെ CEO ആണ്. ഇവരൊക്കെ പഴയ ആൾക്കാർ, രാജീവ് കുമാർ, അരവിന്ദ് പനഗരിയൊക്കെ പഴയ ആൾക്കാരാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആയിരിക്കും. നീതി ആയോഗ് വന്ന ഡേറ്റും ഇതും പറഞ്ഞ നീതി ആയോഗ് നിലവിൽ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിട്ടുള്ളതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ദ ഫേമസ് ഹിന്ദു ടെമ്പിൾ സിറ്റുവേറ്റഡ് ഇൻ ദ വാലി ഓഫ് ബ്രഹ്മഗിരി ഹിൽ, ബ്രഹ്മഗിരി ഹില്ലിന്റെ താഴ്വരയിലായിട്ടുള്ള ഹിന്ദു ടെമ്പിൾ ഏതാണ്? അത് തിരുനെല്ലിയാണ് കേട്ടോ, തിരുനെല്ലിയാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആർട്ടിഫിഷ്യൽ ലേക്ക്? ആർട്ടിഫിഷ്യൽ ലേക്ക് ആയിട്ടുള്ളത് അത് ഗോവിന്ദ സാഗർ ലേക്ക് ആണ്. ബാക്കിയെല്ലാം തന്നെ നാച്ചുറൽ ലേക്സ് ആണ്. ഇനി in which session of International Congress decided to observe 22nd January of every year as Independence Day? 26 ജാനുവരി എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ ആക്കി തീരുമാനിച്ച INC സമ്മേളനം ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് IT ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത്. ഡാഷ് ഇസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെബ്സൈറ്റ് വിച്ച് ഓഫർ സോ മെനി സർവീസസ് ടു ഇറ്റ്സ് യൂസേഴ്സ്. അത് വെബ് പോർട്ടൽസ് ആണ്. ഇനി ഡാഷ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ. ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇപ്പി, ബിങ്, ഡക്ഡഗോ ഇതെല്ലാം തന്നെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. അപ്പോൾ ആൻസർ ചെയ്യുന്നത് ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ടച്ച് സ്ക്രീൻ ഇസ് എ ഡാഷ് ടൈപ്പ് ഓഫ് പെരിഫറൽ ഡിവൈസ്. ടച്ച് സ്ക്രീൻ എന്താണ്? അത് ഇൻപുട്ടുമാണ് ഔട്ട്പുട്ടുമാണ്. അതായത് D ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇനി നോർട്ടൺ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? അതൊരു ആന്റി വൈറസ് ആന്റി മാൽവെയർ സോഫ്റ്റ്വെയർ ആണ് നോർട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, നോർട്ടൺ ഓർത്ത് വെക്കുക പേര്. ഇനി ഹൂ ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നതാണ്. ചാൾസ് ബാബേജ് ആണ് അല്ലേ? ചാൾസ് ബാബേജ് ആണ്. ഇനി what do we call a collection of two or more computers that are located within a limited distance of each other and that are connected to each other directly or indirectly? അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, LAN എന്ന് പറയുന്നത് LAN. അപ്പം ഏറ്റവും വലുത് ഏതാണ്? അത് എക്സാമ്പിൾ ആണ്. ഇനി വാട്ട് ഇസ് മെന്റ് ബൈ ദ കോൺസെപ്റ്റ് ഓഫ് WYSI WYG? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇതെന്താണ്? വാട്ട് യു സീ ഇസ് വാട്ട് യു ഗെറ്റ് എന്നാണ്. MS വേർഡിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വാട്ട് യു സീ ഇസ് വാട്ട് യു ഗെറ്റ്. അടുത്തത് വിച്ച് കമാൻഡ്സ് ആർ പ്രസന്റ് ഇൻ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഇൻ MS വേർഡ്? MS വേർഡിന്റെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണുന്ന ഏതൊക്കെയാണ്? സേവ്, അൺഡു, റീഡു ഇതെല്ലാം തന്നെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പേജ് ഓറിയന്റേഷൻ ഇൻ വേർഡ് ഡോക്യുമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് ടൈപ്പ് പേജ് ഓറിയന്റേഷൻസ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്. പോർട്രേറ്റ് തന്നിട്ടില്ലാത്തതിനെ കൊണ്ട് ആൻസർ ഇവിടെ ലാൻഡ്സ്കേപ്പ് ആണ് വരുന്നത്. ഇനി
To select all the text in MS Word document, we use Control A. Okay, Control A എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? MS Wordൽ എല്ലാ ഹോൾ സെലക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി the name of a Word document displays in എവിടെയാണ് ഒരു വേർഡിന് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണുന്നത് എവിടെയാണ്? ടൈറ്റിൽ ബാറിലാണ്. വാട്ട് ഇസ് ദ ഷോർട്ട് കീ ഫോർ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഇൻ MS Word എന്ന് ചോദിച്ചാൽ അത് Control H ആണ് കേട്ടോ. വെറും ഫൈൻഡ് മാത്രമാണെങ്കിൽ അത് നമ്മൾ Control F അടിക്കും. ഇത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? Control and H ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പേസ്റ്റ്? അത് Control V ആണ്. V പേസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ Control P എന്നുള്ളതാണ് അത് പ്രിന്റ് ആണ്. പ്രിന്റ് എന്നുള്ളതാണ് Control P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം Control C ആണെങ്കിൽ Control C എന്നുള്ളതാണ് കട്ടാണ്. ഓക്കെ, Control C കട്ടിൻ്റെതാണ്. ഇനി Control X ആണ്. Control X കട്ടിൻ്റെതാണ്. Control C ഉണ്ടെങ്കിൽ അത് തിരിഞ്ഞു പോയതാ. ഓക്കെ, ഇനി അടുത്തത് ഇൻ MS Word which enables us to send the same letter to different persons എന്ന് ചോദിച്ചാൽ മെയിൽ മെർജും മാക്രോസും നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദ ഡിഫോൾട്ട് ഫയൽ നെയിം ഫോർ മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ? ഇത് കുറച്ച് കൺഫ്യൂസിങ് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പക്ഷേ ആൻസർ ആണ് കേട്ടോ. വെറും വർക്ക് ബുക്ക് അല്ല, വർക്ക് ബുക്ക് 1 എക്സൽ എക്സ് എന്നുള്ളത് ആണ് വരുന്നത്. In MS Excel, the intersection of a column and a row in a worksheet is called a cell ആണ്. Which programming language is used to write a macro in MS Excel എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് വിഷ്വൽ ബേസിക് ആണ് കേട്ടോ, വിഷ്വൽ ബേസിക് ആണ്. ഇനി when a range is selected, how can you activate the previous cell? അത് press Control G press ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? റേഞ്ച് സെലക്ട് ചെയ്തതിൽ നമുക്ക് പ്രീവിയസ് സെൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി in MS Excel, what is the syntax for power function? പവർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് MS Excel. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈക്വൽസ് പവർ നമ്പർ പവർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി in which function return the remainder after a sum is divided by a divisor in Excel? അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡാണ്. ഓക്കെ, മോഡ് എന്നുള്ളതാണ് ആ ഒരു ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കീ അല്ല, ആ ഒരു ഫംഗ്ഷൻ. ഇനി വിച്ച് ചാർട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ എക്സൽ? എക്സലിൽ നമുക്ക് ഡോനറ്റ് ചാർട്ട് ഉണ്ടാക്കാം, പൈ ചാർട്ട് ഉണ്ടാക്കാം, ലൈൻ ചാർട്ട് ഉണ്ടാക്കാം. ആൻസർ വരുന്ന ഏതാണ്? അത് ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ്. ഇനി എക്സൽ ഡിസ്പ്ലേസ് ദ കറന്റ് സെൽ അഡ്രസ് ഇൻ. സെൽ അഡ്രസ് നമ്മൾ എവിടെയാണ് കാണുന്നത്? അത് ഫോർമുല ബാറിലാണ് കാണുന്നത്. വിച്ച് ഓഫ് ദീസ് ഇസ് ദ പേജ് സെറ്റപ്പ് ഓറിയന്റേഷൻ ബൈ ഡിഫോൾട്ട് ഇൻ ദ സ്ലൈഡ്സ് ഓഫ് പവർ പോയിന്റ്? പവർ പോയിന്റിൽ ഏത് ടൈപ്പാണ് കാണുന്നത്? അത് ലാൻഡ്സ്കേപ്പ് ആണ്. നിങ്ങൾ പവർ പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലല്ലേ കാണുന്നത്? ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. പോർട്രേറ്റ് ആണെങ്കിൽ അതിന്റെ ഇങ്ങനെയായി ഏകദേശം. ഓക്കെ, ഇങ്ങനെയാണ് പോർട്രേറ്റ്. അപ്പം നമ്മൾ സ്ലൈഡ്സ് എപ്പോഴും ഈ ഒരു ഫോർമാറ്റിലല്ലേ കാണുന്നത്, ലാൻഡ്സ്കേപ്പ് മോഡിലാണ് കാണുന്നത്. ഇനി വാട്ട് ഇസ് എ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? എന്തിനു വേണ്ടിയിട്ടുള്ള പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഏതാണ്? അത് MS Excel ആണ്. MS Excel ആണ് എന്ത് പറയുന്നത്? സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോൾഡ് ആസ് പേജ് ടു ക്രിയേറ്റ് എ പ്രസന്റേഷൻ ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിലെ പ്രസന്റേഷൻ നമ്മൾ എന്തിലാണ് ഉണ്ടാക്കുന്നത്? സ്ലൈഡ്, ഓരോ സ്ലൈഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീസ് ഇസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ സ്ലൈഡ് ഷോ? സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസിങ് F5. അതായത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഷിഫ്റ്റ് F5 എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് ക്വസ്റ്റ്യൻ ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഷിഫ്റ്റ് F5 ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഇസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് ദ സ്ലൈഡ് ഷോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? അത് എസ്കേപ്പ് കീ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവും. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഇസ് യൂസ്ഡ് ഫോർ ഹെൽപ്പ് ഇൻ പവർ പോയിന്റ്? ഹെൽപ്പിനായിട്ട് നമ്മൾ F1 ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഇസ് ദ മെനു ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ബോക്സ്? ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? ഒരു ബ്ലാങ്ക് സ്ലൈഡിൽ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ വരച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഇസ് എ കളക്ഷൻ ഓഫ്, അതിൽ നമുക്ക് സ്ലൈഡ്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് ഉണ്ടാക്കാം, കുറച്ച് ഔട്ട്ലൈൻസ് ചെയ്യാം, സ്പീക്കർ നോട്ട്സ് ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. അതായത് ആൻസർ ഓൾ ദ എബവ് എന്നുള്ളതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ ഏതാണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? ഇതിൽ നിന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ന് പറ ഏതാണെന്നുള്ളത്. ഇതൊന്നും അറിയാതെ ആരും എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഔട്ട്പുട്ട് ഏതാണ്? അതിൽ പ്രിന്റർ ആണ്. പ്രിന്റർ ആണെങ്കിൽ ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 കിലോബൈറ്റ്സ് 2048 ആണ്. 2048 അപ്പോൾ 1 KB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് 1028 ബൈറ്റ്സ് ആണല്ലോ KB എന്ന് പറയുന്നത്. അപ്പം 2 KB എന്തായിരിക്കും? അത് എടുത്തിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 2048 എന്നുള്ളത്. ഓക്കെ, ഇനി ഫുൾ ഫോം ഓഫ് URL ഏതാണ്? ഫുൾ ഫോം ഓഫ് URL അത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഇനി വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ എന്ന് ചോദിച്ചാൽ അത് Mac OS ആണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഡിജിറ്റൽ സിഗ്നൽസ് ടു അനലോഗ് സിഗ്നൽസ്? മോഡ് ആണ്. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നതാണ് ഇതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്.
ഇനി DPI എന്താണ്? അത് ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. ഓക്കെ, DPI അത് നമ്മൾ പ്രിന്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി എവറി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ഇസ് ഐഡന്റിഫൈഡ് ബൈ എ യൂണിക് 4-part സ്ട്രിംഗ് നോൺ ആസ് IP address. ഓക്കെ, ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ വാട്ട്? അത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അഥവാ IC-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇനി മാൽവെയർ ഇസ് എ ഷോർട്ട് ഫോം ഫോർ മെലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആൻഡ് യൂസ്ഡ് ടു റെഫർ. എന്ത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? സ്പൈവെയർ, വൈറസ്, വേർമിന് ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ടേം യൂസ് ചെയ്യുന്നത്. അപ്പം ഓൾ ഓഫ് ദ എബവ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ടൈപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. അത് നമുക്ക് അധികം ധാരണയില്ല, അതുകൊണ്ട് അത് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. അതിന്റെ ആൻസേഴ്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്ന പക്ഷം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടാബ് ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഇംഗ്ലീഷ് നോക്കാം. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ? വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും എന്താണ്? എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ മൂവിങ് ആണ്. ഇനി ഇൻ ദ ഫോളോയിങ് സെന്റൻസ് സപ്ലൈ എ verb in agreement with the subject. Either the casts or the director. അങ്ങനെ either or എപ്പോഴും എന്താണ്? ഓറിന് ശേഷം വരുന്നത് ആരാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വേർബിനെ കണ്ടെത്തേണ്ടത്. അപ്പം ഓറിന് ശേഷം വരുന്നത് ഡയറക്ടറാണ്. ഡയറക്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഇതിൽ സിംഗുലർ വേർബ് ഏതാണ്? അത് വോസ് ആണ് അല്ലേ? വോസേ അതിൽ സിംഗുലർ ആയി. ഇപ്പൊ ഐ ഒക്കെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആം ഒക്കെ ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് വോസ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി മിസ്റ്റർ ബീൻ സോ ഡാഷ് ഓഫ് കീസ് ലൈങ് ഓൺ ദ ഫ്ലോർ. അപ്പം കീസിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറയും? ബഞ്ച് എന്നാണ് പറഞ്ഞത്. ഫ്ലോക്ക് ആണ്, ഫ്ലോക്ക് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയും. ബണ്ടിൽ ഓഫ് ബുക്സ്. ഇങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം. ഇനി യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് ഡാഷ് യു കാൻ കംപ്ലീറ്റ് യുവർ പ്രൊജക്ട്. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അതർവൈസ് ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അതർവൈസ് യു കാൻ കംപ്ലീറ്റ് യുവർ പ്രൊജക്ട് എന്ന് പറയും. ഇനി ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ കമ്മിങ് ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് എന്ന്. അപ്പൊ ഹാഡ് നോൺ എന്നുള്ളതിൽ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ ഉപയോഗിക്കുന്നതാണ് അത് വുഡ് ഹാവ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇനി fill in the blank with the correct reported speech. She asked me. എന്താണ്? ഷീ ആസ്ഡ് മീക്ക് ശേഷം എന്താ വരുന്നത്? ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഫ് ഐ നീഡഡ് ലഞ്ച് ആണ്. ഓക്കെ, ഇഫ് ഐ നീഡഡ് ലഞ്ച്. ഷീ ആസ്ഡ് മീ ഇഫ് ഐ നീഡഡ് ലഞ്ച്. ഇനി ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഡാഷ് ദ സ്പോട്ട്. ഇവിടെ റീച്ച് ആണ്, അപ്പൊ പാസ്റ്റ്, ഇപ്പുറത്തും പാസ്റ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ബൈ ദ ടൈം വി റീച്ച്ഡ് ദ ഹോം ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ദ സ്പോട്ട് എന്ന് പറയാം. ഇനി fill in the blanks using an article. രമേശ് is dash MBA graduate. എം എന്നുള്ള ഇതാണ് വരുന്നത്. ഓക്കെ, എം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആൻ എന്നാണ് വരുന്നത് കേട്ടോ. എം എന്നുള്ള സൗണ്ട് ആയതുകൊണ്ട് ആൻ എന്ന് പറയും. ഇനി his explanation was so complicated that only dash students responded to his queries in the interactive session. അതായത് അയാളുടെ എക്സ്പ്ലനേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ, only a few students responded to his queries എന്ന് പറയാം. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അൺകൗണ്ടറിന്റെ കൂടെയാണ്. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ലിറ്റിൽ. അതായത് ലിറ്റിൽ മണി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അത് ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നെഗറ്റീവ് ആണ് അതിനർത്ഥം വരുന്നത്. നോ, ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ലിറ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി ലിറ്റിൽ ആണെങ്കിലോ കുറച്ച് ഷുഗർ ഉണ്ട്, കുറച്ച് പൈസ ഉണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ ലിറ്റിൽ എന്ന് പറയും. ഫ്യൂ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസ്. അതായത് ഫ്യൂ ബുക്സ്, ഫ്യൂ അങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച്, വെറും ഫ്യൂ ആണെങ്കിൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും. ഇനി അപ്പം ഇതിന് ആൻസർ ചെയ്താണ് ഫ്യൂ ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പുട്ട് ദ ഫ്രേസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു അൺസ്ക്രാമ്പിൾ ദ സെന്റൻസ്. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് വരുന്നത്? ദ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് മൂവീസ് ഐ ഹാവ് എവർ സീൻ, ദിസ് ഇസ് ദ വൺ. അപ്പൊ ദിസ് ഇസ് ദ വൺ നമ്മൾ തുടങ്ങും. ദിസ് ഇസ് most interesting movies I have ever seen. അതായത് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി the publisher told me that my mistakes wouldn't be a problem in the future. I thought he was very kind, but later I realized that he was giving me a left-handed compliment. നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എന്താണ് ഈ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപരീതാർത്ഥമുള്ള കോംപ്ലിമെന്റിനാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കാണ്. ഇനി give a one word substitute for a sudden complete failure. സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബാക്കിൾ ആണ് കേട്ടോ. ഡിബാക്കിളിനെയാണ് നമ്മൾ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി ഫൈൻഡ് ദ വേർഡ് വിച്ച് ഇസ് എ സിനോണിം ഓഫ് ക്ലീഷേ. ക്ലീഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എപ്പോഴുമുള്ള ഒരു പർട്ടിക്കുലർ ഒരു എന്താണ് വിത്തിലുള്ള ഒരു സംഭവങ്ങളെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ക്ലീഷേ എന്ന് പറയും. അതായത് സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഇയാൾ അതിന്റെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആണ്, ഇതിന്റെ ഒരു മോഡലാണ്, അങ്ങനെ പറയില്ലേ നമ്മൾ? അതാണ് ക്ലീഷേ എന്ന് പറഞ്ഞാൽ. ഇനി fill in the blank with a suitable preposition. Negligence from the parents causes the children to look dash affection
എൽസ്വെയർ, അതായത് പാരൻസ് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എഫെക്ഷന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ നോക്കി പോകും, അതായത് ദേ വിൽ ലുക്ക് ഫോർ എന്ന് പറയും. ഓക്കെ, ലുക്ക് ഫോർ എഫെക്ഷൻ എൽസ്വെയർ, ദേ വിൽ സെർച്ച് എന്നുള്ള ആ ഒരു അർത്ഥമാണ് ലുക്ക് ഫോർ എന്ന് പറയുന്നത്. ഇനി ഫൈൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പുതിയ നമ്മൾ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം ചോദിച്ചു കാണാറില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പം മൈ ബ്ലഡ് ടേൺസ് കോൾഡ് ലൈക്ക് ദ മൂൺ, കോൾഡ് ലൈക്ക് ദ മൂൺ, ഇത് എന്ത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് എന്നുള്ളതാണ്, സിമിലി ആണ് കേട്ടോ. സിമിലി ഉപമയ്ക്കാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്, ഉപമയാണ്. അതായത് മൂണിനെ പോലെ കോൾഡ് ആയിട്ടുള്ള ബ്ലഡ്, അങ്ങനെയാണ് നമ്മൾ സിമിലി പറയുന്നത്. ഇനി അടുത്തത് പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഇസ് ഗ്രമാറ്റിക്കലി കറക്റ്റ്. ഇവിടെ ഈ ഒരു ഭാഗം ആക്ച്വലി നോക്കരുത്. ബിറ്റ്വീൻ യു ആൻഡ് മീ, ബിറ്റ്വീൻ യു ആൻഡ് ഐ ആൻഡ് യു, യു ആൻഡ് ഹി എന്നൊക്കെ പറയും. ഇവിടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് യു ആൻഡ് മീ ആണ്. ഓക്കെ, ബിറ്റ്വീൻ യു ആൻഡ് മീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവറിത്തിങ് ഇസ് എ മിസ്റ്ററി. ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാൺ ഡാഷ് വാട്ട് വെൻ റോങ്, ഫ്രേസൽ വെർബ് ആണ്. ഐ സ്റ്റിൽ കാൺ, മനസ്സിലാവുന്നില്ല എന്താണ് തെറ്റ് പറ്റിയത് എന്നുള്ള. ഐ കാൺ ഫിഗർ ഔട്ട് എന്ന് പറയും. മീൻസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, എന്താണ് സംഭവിച്ചതെന്ന് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ്. ദേ പെർഫോം ദ ലാസ്റ്റ് റൈറ്റ്സ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ് ബിഫോർ ദ ബോഡി വാസ് ക്രിമേറ്റഡ്. അവസാന കർമ്മങ്ങൾ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഈ റൈറ്റ്സ് എന്താണ്? ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശം. ഈ റൈറ്റ്സ് റൈറ്റ് ആണ് ഇത്. ഇതാണ് നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഇസ് ഇൻ ദ പാസീവ് വോയിസ്. പാസീവ് വോയിസ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? ലെറ്റ് ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഓക്കെ, അപ്പം ഇതെന്തായിരിക്കും? ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പാസീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നുള്ളത് പോലെ നമുക്ക് പാസീവായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ്. ഹി ചോസ് ദ ബുക്ക്. ചോസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? പാസ്റ്റിലാണ് പറയുന്നത്. അപ്പം ഇതിന്റെ നെഗറ്റീവ് ആണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്, അതായത് ഡിഡിൻ ഹി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി മലയാളം നോക്കാം. കന്തളം എന്ന പദത്തിന്റെ പര്യായ പദം ഏതാണ് എന്നുള്ളതാണ്. കന്തളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളയാണ്. ഓക്കെ, മുളയുടെ പര്യായമാണ് കന്തളം എന്ന് പറയുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇന്നലെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങനെ നമുക്ക് കമന്റ്സ് എല്ലാം വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഓക്കെ, അപ്പം ഒറ്റപ്പദമാക്കുക എന്നതാണ്. പ്രയോഗത്തിന് യോഗ്യമായത് എന്നതിന് നമ്മൾ എന്ത് പറയും? അത് പ്രയോഗയോഗ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രയോഗയോഗ്യം ആണ് ഒറ്റപ്പദം. ഇനി ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം, അത് ആക്ച്വലി ഇതെല്ലാത്തിനും അർത്ഥം നമുക്ക് ശബ്ദത്തിന്റെ അർത്ഥമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാനാണ് ചാൻസ് ഉള്ളത്. ഇനി ശരിയായിട്ടുള്ള പദം ഏതാണെന്നുള്ളതാണ് ദൃഢം. ഈ ഒരു ഇതാണ് ശരിയായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ്. ചേർത്ത് എഴുതുക. കാണിത് പ്ലസ് അശങ്കം ആണെങ്കിൽ എന്താണ്? കാണിതശങ്കം ആണ്. കാണിതശങ്കം. ഇനി ശരിയായിട്ടുള്ള വാക്യം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഗുരു ശിഷ്യബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു. അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള വാക്യം കേട്ടോ. ഗുരു ശിഷ്യബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു. ഇനി താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏതാണെന്നുള്ളതാണ്. മിടുക്കി സ്ത്രീലിംഗമാണ്. തടിച്ചി ആണ്. ഗൗരി ഒക്കെ സ്ത്രീലിംഗമാണ്. മിടുക്ക് എന്നുള്ളത് ഒരു സ്ത്രീലിംഗമാണോ? അല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പരമോന്നതം എന്നത് പിരിച്ചെഴുതിയാൽ എന്താവും? അത് പരമ പ്ലസ് ഉന്നതമാണ് കേട്ടോ. പരമ പ്ലസ് ഉന്നതത്തിനാണ് നമ്മൾ പരമോന്നതം എന്ന് പറയുന്നത്. ഇനി ദുഃഖമുക്ത് എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ അത് ദുഃഖമാകുന്ന മുത്താണ്. ഓക്കെ, ദുഃഖമാകുന്ന മുത്തിനാണ് നമ്മൾ ദുഃഖമുത്ത് എന്ന് പറയുന്നത്. ഇനി ചെന്താര് എന്നതിന്റെ സന്ധി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു എം എന്നുള്ള സാധനം പോയിട്ട് ധായിലേക്ക് അത് കൺവേർട്ട് ആവാണ്. തായ്ക്കൊപ്പം അത് ധായായിട്ട് മാറുകയാണ്. അപ്പം ഒന്ന് പോയി ഒന്ന് വന്നു. അവിടെ എന്തായി? ആദേശമായി. ആദേശസന്ധിയാണ് വരുന്നത്. ഇനി പൊൻ പ്ലസ് കലശം എന്താണ്? അത് പൊൽക്കലശമാണ്. പൊൽക്കലശം ആണെങ്കിൽ അവിടെയും എന്താണ്? എൻ പോയിട്ട് എല്ല് വരികയാണ് ചെയ്യുന്നത്. അപ്പം അതും ആദേശസന്ധിയാണ് വരുന്നത്. ഇനി യഥായോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യോഗ്യത പോലെ എന്നതാണ്. ഓക്കെ, യഥായോഗ്യം യോഗ്യത പോലെ. ജന്മം മുതൽ ഒറ്റപ്പദം ജന്മം എന്നതാണെങ്കിൽ ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അംഗീവാക്യം കണ്ടെത്താനാണ്. ഓക്കെ, അംഗീവാക്യങ്ങളൊക്കെ നോക്കി വെക്കാം കേട്ടോ. അംഗവാക്യവും അംഗീവാക്യം ഇതിൽ ഏതാണ്? അവൻ ദൈവശിക്ഷ അനുഭവിക്കും എന്നതാണ്. ഓക്കെ, ദൈവശിക്ഷ അനുഭവിക്കാതെ കംപ്ലീറ്റ് സെന്റൻസ് അംഗീവാക്യം.
ഇനി വെൻ യു ആർ എറ്റ് റോം ഡു ആസ് റോമൻസ് ടു, അതായത് എന്താണ്, ചേരയെത്തുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം എന്നുള്ളതാണ് വെൻ യു ആർ എറ്റ് റോം ഡു ആസ് റോമൻസ് ടു എന്ന് പറഞ്ഞാൽ. ഇനി ആദ്യ അവസാനക്കാരൻ, നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും, തുടക്കം മുതൽ അവസാനം വരെ ഉള്ളത് ആരായിരിക്കും, പ്രധാനമായ ഒരു പങ്കാളിയായിരിക്കും ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രയോഗം ഉള്ളത് അത് ഐച്ഛികമാണ്. ഐച്ഛികം. അത്യാശ്ചര്യം, അത്യാശ്ചര്യം എന്താണ്, അതി പ്ലസ് ആശ്ചര്യമാണ് അത്യാശ്ചര്യമെങ്കിൽ. പറയാനുള്ള ആഗ്രഹത്തിന് ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് വിവക്ഷയാണ്. പറയാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്, വിവക്ഷു. ഇനി കൃതജ്ഞത, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കൃതജ്ഞതയുടെ വിപരീതം എന്ന് പറയുന്നത് അതിൽ ജസ്റ്റ് ഒരു മാറ്റം മാത്രമേ ഉള്ളൂ, അത് കൃതജ്ഞതയാണ്. കൃതജ്ഞതയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് നമ്മൾ LDC ഒക്കെ വന്നിട്ടുള്ള അതേ ഭാഗങ്ങളിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇതിലും വന്നിട്ടുള്ളത്, പക്ഷെ കുറച്ചും കൂടി ഡീപ്പർ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. സോ എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ